أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കുവാൻ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തുൽ അംബിയ ആണ് നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം അതാണ് അവസാനമായി നമ്മൾ പറഞ്ഞു വെച്ചത്. അദ്ദേഹം തൻ്റെ സമുദായത്തിലുള്ള ആളുകൾ ആരാധിച്ചു കൊണ്ടിരുന്ന ആരാധനാമൂർത്തികളെ മുഴുവനും നശിപ്പിക്കുകയും അതിൽ വലിയ ഒരു വിഗ്രഹത്തിൻ്റെ മുകളിൽ തൻ്റെ കോടാലി തൂക്കിയിടുകയും ചെയ്ത സംഭവമാണ് അവസാനമായി നമ്മൾ വിശദീകരിച്ചത്. അതിനുശേഷമുള്ള ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ആയത്ത് നമ്പർ 66 ഇനി എടുക്കാനുള്ളത്. 66-ാമത്തെ ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. സൂറത്തുൽ അംബിയയിലെ 66-ാമത്തെ ആയത്താണ്. 65 ആയത്തുകളാണ് നമ്മൾ പറഞ്ഞത്. 66-ാമത്തെ ആയത്താണ് വായിക്കാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. قال أفتعبدون من دون الله ما لا ينفعكم شيئا ولا يضركم قال أفتعبدون من دون الله ما لا ينفعكم شيئا ولا يضركم قال أفتعبدون من دون الله ما لا ينفعكم شيئا ولا يضركم أُفٍّ لكم ولما تعبدون من دون الله أفلا تعقلون أُفٍّ لكم ولما تعبدون من دون الله أفلا تعقلون قالوا حرقوه وانصروا آلهتكم إن كنتم فاعلين قالوا حرقوه وانصروا آلهتكم إن كنتم فاعلين قلنا يا نار كوني بردا وسلاما على إبراهيم قلنا يا نار كوني بردا وسلاما على إبراهيم قلنا يا نار كوني بردا وسلاما
قلنا يا نار كوني بردا وسلاما على إبراهيم. അപ്പോൾ ഇത് ഓതുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം ഒന്ന് ഖാല അഫതഅ്ബുദൂന മിൻ ദൂനില്ല, അവിടെ കസ്രിയ മദ്ദേ ഉള്ളൂ, പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനൊന്നുമില്ല. ഖാല അഫതഅ്ബുദൂന മിൻ ദൂനില്ല, മിൻ ദൂനില്ല എന്നില്ല, മിൻ ദൂനില്ല, അവിടെ നൂനിനെ മടിച്ചിട്ടാണ് അതുണ്ട്. മിൻ ദൂനില്ലാഹി, പിന്നെ മാ ലാ യൻഫഉകും, യൻഫഉ എന്ന് പറയാൻ പാടില്ല, യൻഫഉ നൂനിനെ മണിക്കണം. യൻഫഉകും ശൈഅൻ വലാ യദുറുകും, ശൈഅൻ വലാ യദുറുകും, ശൈഅൻ വലാ യദുറുകും തൻവീന് വെളിവാക്കാൻ പാടില്ല, അവിടെ ശൈഅൻ വല അനൂനെ വാവിലേക്ക് ഇദ്ഗാം ബിഗുന്ന, ശൈഅൻ വലാ യദുറു എന്ന് മൈക്ക് കൂട്ടണം, ശൈഅൻ വലാ യദുറുകും അങ്ങനെ അവിടെ നിർത്തുക, യദുറുകും എന്നുള്ള അവിടെ ബാദാണ് റ. പിന്നെ ഉഫിൻ ലക്കും, ഉഫിൻ ലക്കും എന്ന് പറയാൻ പാടില്ല, ആ തൻവീന് ലാമിലേക്ക് ഇദ്ഗാം ചെയ്യണം, നിറ കൂട്ടിച്ചേർക്കണം, പക്ഷെ തൻവീന് പാടില്ല. ഉഫിൻ ലക്കും എന്നല്ല, ഉഫിൻ ലക്കും, അവിടെ ലാമിന് ശബ്ദം ഉണ്ടാവും. ഉഫിൻ ലക്കും വലിമാ തഅ്ബുദൂന മിൻ ദൂനില്ലാ, മിൻ ദൂനില്ലാ എന്നല്ല, മിൻ ദൂനില്ലാ അഫലാ തഅഖിലൂൻ, അവിടെ വഖഫിന്റെ സ്ഥലമായതുകൊണ്ട് നമുക്ക് നീട്ടി നിർത്താം, തഅഖിലൂൻ. പിന്നെ ഖാലു ഹർരിഖൂഹു വൻസുറു, അവിടെ ശ്രദ്ധിക്കേണ്ട ഹ ആണ്, ഹ. ഖാലു ഹർരിഖൂ, ഹർരി റാക്ക് കസ്റാണ്, ഹർരിഖൂഹു, ഹർരിഖൂഹു വൻസുറു, ഖൂഹു എന്ന് ഖാലു ഹർരിഖൂഹു വൻസുറു, വൻസുറു, വൻസുറു എന്ന് പറയാൻ പാടില്ല, വൻസുറു ആലിഹതകും, അൻസുറു എന്നുള്ള അവിടെ കുറച്ച് നീട്ടണം, ശേഷം ഹംസൻ വരുന്നത്. അപ്പോൾ വൻസുറു ആലിഹതകും ഇൻ കുൻതും, ആലിഹതകും ഇൻ കുൻതും ഫാഇലീൻ, അവിടെ കുറച്ച് നീട്ടാം. പിന്നെ قلنا يا نار كوني بردا وسلاما, وسلاما അവിടെ ബർദം, ബർദൻ തൻവീന് പാടില്ല, ബർദം വസ്, അവിടെ വാവ് കുറച്ച് മണിക്കൽ വരും, ബർദം വസലാമൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിം അല്ല ഇബ്രാഹിം, ബാക്ക് സുക്കൂനാണ്, ഹുറൂഫുൽ ഖൽഖലാണ്. ഫഅലാ ഇബ്രാഹിം, ഇതാണ് ഓതുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞു, ഇതാ നിങ്ങൾ ചോദിച്ചു നോക്കി, ഈ വലിയ മൂപ്പര് അവിടെ നിൽക്കുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ എന്താണ് അവർ പറഞ്ഞ മറുപടി? ثم نكسوا على رؤوسهم لقد علمت ما هؤلاء ينطقون. നക്കസ അല റൂസിഹിം എന്ന് പറഞ്ഞാൽ പിന്നെ രണ്ടർത്ഥമാണ് അതിലുള്ളത്. ഒന്ന് തല താഴ്ത്തുക എന്നർത്ഥമുണ്ട്, സൗണ്ട് ഒരു ക്ലാരിറ്റി കുറവുണ്ട്. നക്കസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തല താഴ്ത്തുക എന്നർത്ഥമുണ്ട്. രണ്ടാമത്തെ അർത്ഥം മുമ്പുണ്ടായിരുന്ന പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു പോവുക എന്നർത്ഥമുണ്ട്. നാക്കിസ്, നാക്കിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നാക്കിസ്, അത് ഖാഫ് ആണെങ്കിൽ ചുരുങ്ങിയത് എന്നർത്ഥം. നഖസ, ഇത് കാഫാണ്. നഖസ എന്നുള്ളതും നക്കസ എന്നുള്ള വ്യത്യാസമുണ്ട്. നഖസ എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയതർത്ഥം, ഇത് നക്കസ എന്നാണ്, നക്കസ കാഫാണ്. അപ്പൊ നെക്കസക്ക് രണ്ടർത്ഥമുണ്ട്. ഒന്ന് തല താഴ്ത്തുക എന്നർത്ഥമുണ്ട്, തല താഴ്ത്തുക. അപ്പൊ നാക്കിസു റൂസിഹിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തല താഴ്ത്തി നിന്നു. സുമ്മ നുക്കിസു അല റൂസിഹിം,
രണ്ടാമത്തെ അർത്ഥം അവർ അവരുടെ പഴയ നിലപാടിലേക്ക് തന്നെ തിരിഞ്ഞുപോയി. എന്തായാലും ഇവിടെ അർത്ഥം ശരിയാണ്. അവർ പഴയ നിലപാടിലേക്ക് തന്നെ തിരിഞ്ഞുപോയി എന്നും വേണമെങ്കിൽ പറയാം. എന്ന് പറഞ്ഞാൽ അവർക്ക് തങ്ങൾക്ക് പറ്റിയ അമളി അവർ അംഗീകരിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, അവർക്കറിയാലോ ഈ വിഗ്രഹങ്ങൾ സംസാരിക്കില്ല, ഒന്നും ചെയ്യൂല എന്നുള്ളതൊക്കെ. അതുകൊണ്ട് പിന്നെയും അവർ ചോദിക്കുകയാണ്, ലഖദ് അലിംത മാ ഹൗലാഇ യൻതിഖൂൻ, ഇബ്രാഹിം എനിക്കറിയില്ലേ ഈ ആളുകൾ ഒന്നും സംസാരിക്കില്ല എന്നുള്ള വിവരം എനിക്കറിയില്ലേ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ തന്നെ നാവിലൂടെ എന്ത് ചെയ്തു, പുറത്തേക്ക് കൊണ്ടുവന്നു. കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇതാണ് പറയാൻ ഉദ്ദേശിച്ചത്. കാരണം നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ആ വിഗ്രഹത്തിന് മുമ്പിൽ വെച്ചുകൊണ്ട് സംഭവിച്ചിട്ട് ഇത്ര വലിയൊരു അതിക്രമം സംഭവിച്ചിട്ടും ആ വിഗ്രഹം ഒന്നും മിണ്ടിയില്ല, അല്ലെങ്കിൽ തടഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് ഈ വിഗ്രഹം ഒന്നും സംസാരിക്കാൻ സാധിക്കുകയില്ല എന്ന് അവർക്ക് ബോധ്യമുണ്ട്. അവിടെ ബോധ്യം അവിടെ നാവിലൂടെ തന്നെ പുറത്തേക്ക് വന്നു. ലഖദ് അലിംത മാ ഹൗലാഇ യൻതിഖൂൻ, ഈ ആളുകളൊന്നും സംസാരിക്കുകയില്ല എന്ന് ഇബ്രാഹിമെ നിനക്കറിയില്ലേ എന്ന്. അതാണ് നമ്മൾ അവസാനം പറഞ്ഞത്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ചാൻസ് ഉപയോഗിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഖാല, അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുകയാണ്, അഫതഅബുദൂന മിൻ ദൂനില്ലാ, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുകയാണോ? എന്തിനെ? ഒന്നിനെയാണ് നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ്? ലാ യൻഫഉകും ഷൈഅൻ. നഫഅ എന്ന് പറഞ്ഞാൽ ഉപകാരം, പ്രയോജനപ്പെടുക. ലാ യൻഫഉകും എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ഒരു ഉപകാരവും ചെയ്യുകയില്ല. ഷൈഅൻ എന്ന് പറഞ്ഞാൽ ഒന്നും തന്നെ. ഇപ്പൊ ലാ എന്ന് പറഞ്ഞ നഫിയൻ, ഇല്ല എന്നർത്ഥം. അതിനുശേഷം ഷൈഅൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നക്കിറ എന്ന് അറബി പറയാം. അപ്പൊ ഒരു ചെറിയ ഒരു ഉപകാരം പോലും നിങ്ങൾക്ക് ചെയ്യാത്തതിനെയാണ് നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ആരാധന അതിന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഉപകാരം അതുകൊണ്ട് കിട്ടുകയില്ല. വലാ യദുറുക്കും, നിങ്ങൾ അതിനെ ആരാധിക്കാതിരുന്നാലോ ഒരു ഉപദ്രവം ഉണ്ടാവില്ല. അതാണ് വലാ യദുറുക്കും എന്ന് പറഞ്ഞാൽ. വലാ യൻഫഉക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനോട് അങ്ങോട്ട് ആരാധിച്ചാൽ നിങ്ങൾക്ക് ഒരു ഉപകാരം കിട്ടാനില്ല. ഇനി നിങ്ങൾക്ക് അതിനെ ആരാധിച്ചിട്ടില്ലെങ്കിലോ വലാ യദുറുക്കും, അത് നിങ്ങളൊന്നും കാട്ടാനും പോണില്ല. അപ്പൊ അങ്ങനെയുള്ള ഒന്നിനെയാണോ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്? അപ്പൊ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ ആരാധിക്കുമ്പോൾ ഈ രണ്ട് കാര്യമാണ് ഒന്നുണ്ടാവുന്നത്. ഒന്ന്, നമുക്ക് ആരാധിച്ച് എന്തെങ്കിലും നേട്ടം കിട്ടണം. അതിനാണ് നമ്മൾ ആരാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാധിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ചെയ്തു തരുന്ന നന്മകളും സ്വർഗങ്ങളൊക്കെ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ആ അള്ളാഹിനെ ആരാധിക്കാതിരുന്നാലോ അവൻ നമുക്ക് ശിക്ഷിക്കും, നമുക്ക് ഉപദ്രവം ഉണ്ടാക്കും, നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കും, അവന്റെ ശിക്ഷ നമുക്ക് ഉണ്ടാകും എന്നൊക്കെ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് വിഗ്രഹങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഉപകാരവും അതിനെ ആരാധിച്ചാൽ ആളുകൾക്ക് ലഭിക്കുകയില്ല എന്ന് മാത്രമല്ല, വലാ യദുറുക്കും, അത് ആരാധിക്കാതിരുന്നാൽ നിങ്ങൾക്ക് ഒരു ഉപദ്രവവും ആ വിഗ്രഹം ഉണ്ടാക്കുകയും ഇല്ല. ഇതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സന്ദർഭം ഉപയോഗിച്ചുകൊണ്ട് അവരോട് പറഞ്ഞ ആ വാചകം. അപ്പോ ഇവർക്ക് പ്രത്യേകിച്ച് മറുപടി പറയല്ല, അവർക്ക് മിണ്ടാതെ നിൽക്കണം. എന്താ പറയാ, എന്തെങ്കിലും വിഗ്രഹങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഉപകാരം ഉപദ്രവം കിട്ടുമെന്നുള്ള യാതൊരു പ്രതീക്ഷയില്ലല്ലോ. അതേ സമയത്ത് ആ വിഗ്രഹങ്ങൾ അവർ ആരാധിക്കുന്ന വിഗ്രഹങ്ങളിൽ നിന്നെല്ലാം പ്രതീക്ഷിച്ചിട്ടാണ്. പക്ഷെ ഈ അവസരം മുതലാക്കിക്കൊണ്ട് പിശാച് ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ഉപകാരങ്ങളൊക്കെ ചെയ്തു കൊടുത്തേക്കാം. അത് ഈ വിഷയത്തിൽ വരുന്ന കാര്യമില്ല. കാരണം ഏതൊരു മനുഷ്യനാണെങ്കിലും അയാൾ ശിർക്ക് ചെയ്യുമ്പോൾ ആ ശിർക്ക് ചെയ്യുന്ന മനുഷ്യന് പിശാചിനെ സഹായിക്കാൻ കഴിയുന്ന രീതിയിൽ പിശാച് സഹായിക്കും. അത് ആ വിഗ്രഹത്തിൽ നിന്നുള്ള സഹായമല്ല. കാരണം ഈ മഹാന്മാരെ വിളിച്ചു പേടുന്നവരും അവർക്ക് ജാറങ്ങൾ ഉണ്ടാക്കും, വിഗ്രഹങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ എന്താ? ഒരു ശൈത്താൻ എന്നല്ലല്ലോ സഹായം പ്രതീക്ഷിക്കണം. മൊയ്തീൻ ശൈഖിനെ വിളിക്കുന്ന ആള് മൊയ്തീൻ ശൈഖിന്റെ പകരം ശൈത്താൻ സഹായിക്കുന്ന വിശ്വസിക്കണം അല്ലല്ലോ, ഔലിയാക്കന്മാർ സഹായിക്കുന്നല്ലേ. അതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന ഏത് മഹാ വ്യക്തിത്വങ്ങളെ സംബന്ധിച്ചുള്ളവരാണ് അവരെ സഹായിക്കുന്ന ഒരു വിശ്വാസം. പക്ഷെ അവർക്ക് സഹായിക്കാൻ കഴിയില്ല. പക്ഷെ അവസരം മുതലാക്കിയിട്ട് പിശാചിന് ചിലപ്പോൾ ചില സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയേക്കും. അതൊക്കെ വിശുദ്ധ ഖുർആൻ സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ്. ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഉപകാരവും ഉപദ്രവവും നിങ്ങൾക്ക് വരുത്താൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അപ്പൊ അള്ളാഹുവിന്റെ ഈ വളരെ കൃത്യമായ തൗഹീദ് അവർക്ക് മനസ്സിലായി. പക്ഷെ
അവർക്ക് സ്വീകരിക്കാൻ പറ്റില്ലല്ലോ, ഓരോതിൻ്റെ നേതാക്കന്മാരല്ലേ. എന്നിട്ട് വീണ്ടും ഇബ്രാഹിം നബി ഉഫിൻ ലക്കും, അപ്പൊ ഞാൻ കുറച്ച് ഇബ്രാഹിം നബിക്ക് ധൈര്യം കൂടിയല്ലോ, പലരും ഉണ്ടാക്കുകയാണല്ലോ. ഉഫിൻ ലക്കും, ഉഫി എന്ന് പറഞ്ഞാ നിങ്ങൾക്ക് നാശം, അല്ലെങ്കിൽ എന്ന് പറഞ്ഞ ഒരു പിന്നെ എന്താ പറയുക, പരിഹാസത്തിൻ്റെ അല്ല, എന്നാൽ ഒരു കാര്യത്തെ കൊച്ചായി കാണുന്നതിനെയാണ് സാധാരണ ഉഫി എന്ന് പറയാം. ഒരു കാര്യത്തെ എന്ത് ചെയ്യുക, ഒച്ചയെന്നറിയില്ലേ, നമ്മള് എന്തെങ്കിലും നമ്മൾ ഓനെ ചെറുതാക്കാൻ വേണ്ടി പറഞ്ഞതാണ് നമ്മൾ ഉച്ചയെന്നറിയാം. അത് അയാളുടെ ഒരു പിന്നെ സ്ഥാനത്തെ ചെറുതാക്കാൻ കൂടി പറയുന്ന ഒരു ചെറിയൊരു വാക്കാണ്. അതുകൊണ്ടാണ് ലാ തഖുലുഹുമ ഉഫിൻ, മാതാപിതാക്കളെന്ന് പറയാൻ പാടില്ല, എന്ന് പോലും പറയാൻ പാടില്ല. കാരണം അത് അവർ പറയുന്ന ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട വിഷയം, നമ്മളുമായി ബന്ധപ്പെട്ട ഒരു വിഷയം അവർ കാര്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പരിഗണിക്കാതെ നിങ്ങളോട് ഉണ്ടായിത്തരുന്നോളി, നിങ്ങളൊന്നും ചോദിച്ചില്ലല്ലോ എന്ന അഭിപ്രായം ചോദിച്ചിട്ട് അവരെന്തെങ്കിലും പറയുകയാണെങ്കിൽ അവരോട് പറയുന്ന രീതി കാണുക. ഇതൊക്കെ ഉഫിൻ്റെ പിന്നെ പരിധിയിൽ വരുന്ന കാര്യം. ഉഫിന്ന് പോലും പറയാൻ പാടില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളതായാലും പറയാൻ പാടില്ലല്ലോ. ഉഫിന്ന് പോലും പറയാൻ, എന്നുള്ള വാക്ക് പോലും പറയാൻ പാടില്ലെങ്കിൽ പിന്നെ അതിൻ്റെ അപ്പുറത്ത് വേറെ ഒന്നും പറയാൻ പാടില്ല. പക്ഷെ നമ്മളെ പിന്നെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എന്നുള്ളതല്ല പറയാം, ബാക്കിയുള്ളതൊക്കെ പറയും, അത് മാത്രം പറയില്ല. അതുണ്ടാകുന്ന അവസ്ഥ. അപ്പം അതേതായാലും ശരിയല്ല. ഇപ്പോഴത്തെ പിന്നെ കുട്ടികളെ സംബന്ധിച്ചും അതുപോലെ തന്നെ യുവാക്കളെ സംബന്ധിച്ചൊക്കെ മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറേണ്ടതെന്നുള്ളത് പിന്നെ കാരണം ഇപ്പോൾ തന്തവൈബും തള്ളവൈബിൻ്റെ ഒക്കെ കാലമാണല്ലോ. മാതാപിതാക്കളെന്ന് ഉപദേശിച്ചാൽ അതുപോലെ തന്നെ മക്കളെന്തെങ്കിലും പിന്നെ ചീത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ മറുപടിയൊക്കെ ഇങ്ങോട്ട് പിന്നെ പറയുന്ന സംസാരത്തിൻ്റെ ശൈലിയും ഇത് കണ്ടില്ല നിങ്ങൾ. അതൊക്കെ പിന്നെ എന്താ വെച്ചാൽ നമ്മുടെ സാമൂഹിക ചുറ്റുപാടിൻ്റെ ഒരു പരിണിത ഫലമാണ്. അതേസമയത്ത് മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ സുല്ലാസം പറഞ്ഞില്ല, മാതാപിതാക്കൾ നിങ്ങളുടെ സ്വർഗത്തിൻ്റെ നടുവിലത്തെ കവാടമാണ്. അത് നിങ്ങൾക്ക് ഉറപ്പിക്കണോ അതല്ല നഷ്ടപ്പെടുത്തണോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ന് നബി പറഞ്ഞു. ആ സ്വർഗത്തിന് നടുവിലത്തെ കവാടമാണ് മാതാപിതാക്കൾ. ആ കവാടം നിങ്ങൾക്ക് വേണോ അതല്ല അത് നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തണോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് പിന്നെ മാതാപിതാക്കൾ ദുനിയാവിൻ്റെ വിഷയത്തിലുള്ള വിഷയമാണ്. അതേസമയത്ത് എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ദീനിന് എതിരാകുന്നൊരു വിഷയം വന്നാൽ അവിടെ അനുസരിക്കാൻ പാടില്ല. തട്ടം മര്യാദക്കിടണ്ട, അല്ലെങ്കിൽ ഹിജാബ് ഇടാതെ പുറത്തേക്ക് പോകണം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഗതികൾ ചെയ്യാൻ വേണ്ടി പറയുകയാണെങ്കിൽ അതൊന്നും അനുസരിക്കേണ്ട ബാധ്യതയില്ല. കാരണം നമുക്ക് ഉമ്മയോടുള്ളതിനേക്കാൾ എത്രയോ ഇരട്ടി ബാധ്യത പഠിച്ചവനോടില്ലേ. കാരണം ഉമ്മനെ തന്നത് തന്നെയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. ഇവിടെ ഉഫില്ലക്കും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയേ, നിങ്ങൾ എന്തൊരു മോശക്കാരാണ്, നിങ്ങൾക്കും വലിമാ തഅബുദൂന മിൻ ദൂനില്ലാ, നിങ്ങളും മോശക്കാരാണ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് നാശം, അതുപോലെ തന്നെ വലിമാ തഅബുദൂന മിൻ ദൂനില്ലാ, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളും എത്ര മോശപ്പെട്ട കാര്യമാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്കൊരു പിന്നെ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുകയാണ്. അതിന് ആക്ഷേപാർഹമല്ല, എത്ര പരിഹാസ്യമായ പ്രവർത്തനമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ ശരിക്കും അവരെ മുഖത്ത് അടി കിട്ടിയ പോലെ ആയല്ലോ. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ആദർശത്തെ ആദർശം കൊണ്ട് നേരിടാൻ കഴിയൂല. അപ്പം ഞാൻ എന്താ ചെയ്യുക? സാധാരണ എന്താ ചെയ്യല്? ആദർശത്തെ ആദർശം കൊണ്ട് നേരിടാൻ കഴിയാതെ പിന്നെ കയ്യാൻ കളി നടത്തും. നമ്മളോട് കണ്ടിട്ടില്ല. ഒന്നുകിൽ കൂക്കുക, അല്ലെങ്കിൽ കല്ലെടുത്തെറിയുക, അല്ലെങ്കിൽ ജനറേറ്റർ ഓഫാക്കുക. അതൊക്കെ പണ്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. എന്നാലും പിന്നെ ജാഹിലിയത്തിൽ ഇപ്പോഴും ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം അവർ പറയാണ്, ഇനിയിപ്പോൾ അവരെന്താ ചെയ്യേണ്ടത് വെച്ചാൽ അവരൊരു പ്ലാനിങ് ഇടാണ്. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ചുട്ട് കരിക്കണം. അതാണ് അവരുടെ പ്ലാനിങ്. അതിനെ സംബന്ധിച്ചിടത്തോളം വിശദമായ ചരിത്രങ്ങൾ തഫ്സീറുകളൊക്കെ വന്നിട്ടുണ്ട്. അവർ പറയുന്നു ഖാലു ഹർരിഖൂഹു, അവർ പറഞ്ഞു നിങ്ങൾ അദ്ദേഹത്തെ ചുട്ടുകരിക്കുക. ഇവിടെ ഖാലു എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതാരാണ് എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് പിന്നെ നമ്രൂദാണ് പറഞ്ഞിട്ടുള്ളത്. വേറെ ഒരു മനുഷ്യന്റെ സംബന്ധിച്ചിടത്തോളം
ഹൈസിൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണിത് പറഞ്ഞിട്ടുള്ളത് എന്ന് ചില തഫ്സീറിൽ കാണാം. ഹൈസിനു. അപ്പൊ ഇത് അതിനെ സംബന്ധിച്ച് പിന്നെ ഖസഫല്ലാഹു ബിഹി അൽ അർള ഫഹുവ യതജൽജലു ബിഹാ ഇലാ യൗമിൽ ഖിയാമ. ഈ മനുഷ്യനെ അഥവാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ചുട്ടുകരിക്കാൻ വേണ്ടി പറഞ്ഞ ആ മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു. എന്നിട്ട് ഫഹുവ യതജൽജലു ഫീഹാ ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരെ അയാൾക്ക് ആ ശിക്ഷ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. അയാൾ ആ ഭൂമിയിൽ ഇങ്ങനെ താഴും താന്നും പൊന്തി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അയാളുടെ അദാബുൽ ഖബർ, അയാളുടെ ബർസഖിയ ജീവിതം അത്രയും മോശമായ അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് ചില തഫ്സീറുകൾ കാണാൻ കഴിയും. ഇനി ഈ ഹർരിഖൂഹു എന്ന് പറഞ്ഞതിൻ്റെ ഒരു പശ്ചാത്തലം എന്താ വെച്ചാൽ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അദ്ദേഹത്തെ പിടിച്ചു. എന്നിട്ട് പിടിച്ചിട്ട് ഒരു മാസക്കാലം അദ്ദേഹത്തെ അവർ ജയിലിലിട്ടു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ മാസക്കാലം ജയിലിട്ടെന്ന് വെച്ചാൽ, ഈ മാസം എന്തിനാണ് ജയിലിട്ടെന്ന് വെച്ചാൽ, ഈ ഇദ്ദേഹത്തെ കത്തിക്കാനുള്ള വിറക് സംഭരിക്കാൻ വേണ്ടിയാണ് ഇത്രയും മാസക്കാലം അവരെന്ത് ചെയ്തത്, അദ്ദേഹത്തിനൊരു ജയിൽവാസം കൊടുത്തത്. എന്നിട്ട് പറയാണ്, തഫ്സീറിൽ കാണാം, ആ നാട്ടിലുള്ള എല്ലാ മനുഷ്യന്മാരും അഥവാ ആ മിസ്റിലുള്ള ആ നാട്ടിലുള്ള എല്ലാ മനുഷ്യന്മാരും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന ഈ തീക്കുണ്ടാരത്തിലേക്ക് സംഭാവന കൊടുക്കും. ചില ആൾക്കാർ വിറക് കൊടുക്കും. എത്രത്തോളം ചോദിച്ചാൽ തഫ്സീറിൽ കാണാം, ഹത്ത ഇൻകാനത്തിൽ മരീദത്തു തമറ ഒരു സ്ത്രീ രോഗിയാകുന്ന കുട്ടികൾ, ഒരു പെണ്ണിന് രോഗം വന്നു. അങ്ങനെ ആ പെണ്ണ് നേർച്ച നേരെയാണ്, എന്താണ്, എനിക്ക് ഈ രോഗം ശിഫയായി കഴിഞ്ഞാൽ ഇബ്രാഹിം നബിന്റെ തീക്കുള്ള ഒരു വിറകും കൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, കൊടുക്കും. അത്രയും വ്യാപകമായ ഇപ്പൊ നമ്മൾ സാധാരണ അങ്ങനെ നേർച്ചയില്ല കേട്ടോ. ഇസ്ലാമിൽ നേർച്ചയുണ്ട്, പക്ഷെ ഇങ്ങനെയല്ല നേർച്ച തരണ്ട്. അതായത് പഠിച്ചവനെ ഇങ്ങോട്ട് തരികയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് തരാ ഉണ്ടല്ലോ, അങ്ങനല്ല നേർച്ച. നേർച്ച ഇസ്ലാമിനുണ്ട്. അത് നമ്മള് പട്ടാമ്പീർച്ചയും കുണ്ടോട്ടിർച്ചയും പുല്ലാരിർച്ചയും നേർച്ചയൊന്നുമല്ല, ഇസ്ലാമിലില്ല. കുറെ അൽഹംദുലില്ലാഹ് കുറെ നേർച്ച ഇവിടെ നിന്ന് പോയി. ഇവിടെ മോത്തൊക്കെ നേർച്ചുണ്ടേനി, പുല്ലാറുണ്ടേനി, അതുപോലെ തന്നെ കുണ്ടോട്ടിണ്ടേനി, അതൊക്കെ കുറെ പോയിക്കൊണ്ട് അൽഹംദുലില്ലാഹ്. ഇതൊക്കെ ചില ആൾക്കാരിങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. അല്ലാഹു അലം. ഇസ്ലാമിലെ നേർച്ച എന്ന് പറഞ്ഞാൽ, ഞാൻ സാന്ദർഭികമായിട്ട് പറയാം, ഇസ്ലാമിലെ നേർച്ച എന്ന് പറഞ്ഞാൽ, ഇസ്ലാമിൽ ചില കാര്യങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ടത്. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജൊക്കെ നിർബന്ധമാണ്. സുന്നത്തായ കാര്യങ്ങളുണ്ട്, പ്രവാത്തിബ് സുന്നത്ത്, സുന്നത്ത് നോമ്പുകൾ, പള്ളി കയറിയുള്ള സുന്നത്ത്, ഒരുപാട് സുന്നത്തുകളുണ്ട്. അതേ സമയത്ത് ഫർളുമല്ല സുന്നത്തുമല്ല, നമുക്ക് അനുവദിക്കപ്പെട്ട കാര്യമാണ്. അതേ സമയത്ത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമല്ല. അങ്ങനെയുള്ള കാര്യത്തിൽപ്പെട്ടതാണ് നേർച്ച. നേർച്ച ഇസ്ലാമിനുണ്ട്, അനുവദനീയമാണ് ഒരാൾക്ക് നേർച്ച നേരാം. പക്ഷെ നേർച്ച എന്ന ഇബാദത്ത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കാത്ത ഇബാദത്താണ്. അതെന്തുകൊണ്ടാണ് പ്രോത്സാഹിപ്പിക്കാത്ത അറിയും? കാരണം നേർച്ച എന്ന് പറഞ്ഞാൽ അള്ളാഹും റസൂലും നിർബന്ധമാക്കാത്തൊരു കർമ്മം നമ്മൾ സ്വയം എന്ത് ചെയ്യാണ്, നിർബന്ധമാക്കുക. മനസ്സിലായില്ലേ? അള്ളാഹു റസൂൽ നിർബന്ധമാക്കാത്തൊരു കാര്യം നമ്മൾ സ്വയം നിർബന്ധമാക്കുക. ഏതുപോലെ വെച്ചാൽ, ഞാൻ എല്ലാ തിങ്കളാഴ്ചയും നോമ്പ് നിൽക്കണം നേർച്ചയായിരുന്നു. അതോടുകൂടി എന്തായി, എനിക്ക് എല്ലാ തിങ്കളാഴ്ചയും നോമ്പ് നോൽക്കൽ നിർബന്ധമായി. ഇനി ഒഴിവാക്കാൻ പാടില്ല. ഒഴിവായാൽ കഫാറത്ത് കൊടുക്കണം, പ്രായശ്ചിത്തം കൊടുക്കണം. 6 മിസ്കീനന്മാർക്ക് ഇത് കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം, അല്ലെങ്കിൽ വസ്ത്രം കൊടുക്കണം. 10 മിസ്കീന്മാർക്ക് വസ്ത്രം കൊടുക്കണം, അല്ലെങ്കിൽ ഇത് വെള്ളം ഇത് കൊടുക്കണം, അല്ലെങ്കിൽ അടിമയെ മോചിപ്പിക്കണം, അല്ലെങ്കിൽ 3 ദിവസം തുടർച്ചയായിട്ട് എന്ത് ചെയ്യണം, നോമ്പ് വെക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ തിങ്കളാഴ്ചത്തെ ഒരു ദിവസം നോമ്പ് കഴിയാഞ്ഞാൽ 3 ദിവസം തുടർച്ചയായിട്ട് എന്ത് ചെയ്യണം, നോമ്പ് വെക്കണം. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ ചിലപ്പോൾ മനുഷ്യർക്ക് കഴിഞ്ഞോളന്നില്ല. അതുകൊണ്ടാണ് അള്ളാഹു റസൂൽ നമുക്ക് കഴിയുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹു റസൂൽ നിർബന്ധമാക്കിയിട്ടുണ്ട്. പിന്നെ എൻ്റെ കുട്ടി സൗദി കുറുകി കിടക്കുകയാണ്, അതുകൊണ്ട് ഞാൻ അവിടെ രക്ഷപ്പെട്ടു എന്നാൽ ഇത്ര സ്വതക്ക ചെയ്യാം, അങ്ങനെയല്ല. സ്വതക്ക ചെയ്യാം. ആ സ്വതക്ക ചെയ്യുന്നതിൻ്റെ ആ നന്മ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കുക. അത് ഇസ്ലാമിലുള്ള ആ അമൽ കൊണ്ട് തവസ്സുൽ ചെയ്യുക. അതല്ലാതെ
പഠിച്ചവന് എൻ്റെ കുട്ടി പരീക്ഷയെ പാസ്സാകുകയാണെങ്കിൽ ഞാൻ ആടിനടുത്ത് കൊടുത്തോളാം എന്നല്ല. അങ്ങനെ നേർച്ചുകൊണ്ടൊരു ഉപകാരം. ആ നേർച്ച നേർന്നത് കൊണ്ട് അവൻ പാസ്സാകാൻ പോണില്ല, ഒന്നും പോണില്ല. റസൂൽ പറയുന്ന ഇസ്തഖ്റജു മിനൽ ബഖീൽ, ബിഷ്കന്റെ പൈസയിൽ നിന്ന് കുറച്ച് പുറത്തു പോരുന്നില്ല. അത് പ്രത്യേകിച്ച് അതുകൊണ്ട് അള്ളാന്റെ ഖദറിൽ നേർച്ച. അപ്പൊ ഞാൻ പറഞ്ഞത് വെച്ചാൽ ഇബ്രാഹിം നബിയുടെ തീക്കുണ്ടാരത്തിലേക്ക് ആ നാട്ടിലുള്ള എല്ലാ ആളുകളും എന്ത് ചെയ്തു? സംഭാവന ചെയ്തു. എത്രത്തോളം ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ ഒരു പെണ്ണിന് രോഗമായി കഴിഞ്ഞാൽ ആ പെണ്ണ് നേർച്ച നേരുന്നു. അതേപോലെ തന്നെ പിന്നെ ചില ആളുകൾ പാവങ്ങളായ ചില സ്ത്രീകൾ, പാവങ്ങളായ സ്ത്രീകൾ ഉണ്ടാവും സമ്പത്തിൽ. അപ്പൊ അവർ നൃത്തം ചെയ്തിട്ട് ആ നൃത്തത്തിലൂടെ പൈസ ഉണ്ടാക്കിയിട്ട് ആ പൈസ വരെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞ എന്തെങ്കിലും ഒരു പിന്നെ സംഗതി ഇബ്രാഹിം നബിന്റെ തീക്ക് കൊടുക്കണം എന്നുള്ള ചിന്ത വന്നു. എന്ന് പറഞ്ഞാൽ അത്രയും നമ്മൾ സാധാരണ സാമൂഹിക പിരിവ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഒരു സംഗതി പദ്ധതി നടപ്പിലാക്കാൻ സാമൂഹിക കളക്ഷൻ എടുക്കുക എന്ന് പറഞ്ഞ പോലെ, അതുപോലെ ഇബ്രാഹിം നബിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു സാമൂഹിക നീക്കമാണ് യഥാർത്ഥത്തിൽ അവർ നടത്തിയത്. എന്നൊരു ഹദീസിൽ കാണാം, പിന്നെ തഫ്സീൽ കാണാം, സുമ്മ ജഅലഹു ഫീ ജൗബത്തി മിനൽ അർളി, എന്നിട്ട് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് അവരെ കൊണ്ടുവന്ന് ഒരു മാസക്കാലത്തോളം അവർ ഒരുമിച്ച് കൂട്ടിയ ഈ വിറകുകളൊക്കെ തന്നെയും പിന്നെ അവർ ഒരു സ്ഥലത്തേക്ക് ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് അതിൻ്റെ 4 ഭാഗത്തൂടെയും അവർ തീ കൊടുത്തു. അത്ര വലിയൊരു പർവ്വതം പോലെയുള്ള പിന്നെ മരക്കൂട്ടം. ആ മരക്കൂട്ടത്തിന്റെ 4 ഭാഗത്തും അവർ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പിന്നെ കൊല്ലാൻ വേണ്ടി തീക്കുണ്ടാരം ഒരുക്കി. അപ്പൊ ആ നാട് മൊത്തം അതറിയുകയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ തീക്കുണ്ടാരത്തിൽ എല്ലാവരും അതിൽ പങ്കെടുക്കുകയും എന്നിട്ട് കാണാം അത്രയും മുർത്തഫിൻ, വലിയ ജ്വാലകളും അതുപോലെ തന്നെ ഉയർന്നു പൊന്തുന്ന പിന്നെ നാളങ്ങളും ഒക്കെ ആ തീക്കുണ്ടാരത്തിലുണ്ടായിരുന്നു. മാത്രമല്ല എല്ലാം അതുപോലത്തെ ഒരു തീക്കുണ്ടാരം ആ പ്രദേശത്തോ അല്ലെങ്കിൽ എവിടെയും ഒരുക്കപ്പെട്ടിട്ടില്ല എന്നാണ്. അപ്പൊ അങ്ങനെ അവർ പദ്ധതി തയ്യാറാക്കി. എന്നിട്ട് എന്തിനാണ് ഈ പദ്ധതി തയ്യാറാക്കിയത്? വൻസുറു ആലിഹത്തക്കും കാലു ഹര്യഖുഹു, നിങ്ങൾ ഇബ്രാഹിം നബിയെ ചുട്ട് കരിക്കണം. എന്നിട്ട് വൻസുറു ആലിഹത്തക്കും, നിങ്ങൾ നിങ്ങളുടെ ഇലാഹുകളെ സഹായിക്കണം. ആലോചിക്കാണ്, ശരിക്കും ഇലാഹ് മനുഷ്യന്മാരെ സഹായിക്കലല്ലേ? പൊട്ടത്തരം നോക്കിയാണ്. നിങ്ങളെ പടച്ചവന്മാരെ സഹായിക്കുന്നു. ശരിക്കും പടച്ചവന്മാരെ ഇബ്രാഹിം വിളിക്കുന്നത് ഇവരെ സഹായിക്കാനാ. അതാണ് ശിർക്കിന്റെ പൊട്ടത്തരം എന്ന് പറഞ്ഞത്. വൻസുറു ആലിഹത്തക്കും, നിങ്ങൾ നിങ്ങളുടെ ഇലാഹുകളെ സഹായിക്കുന്നു എന്ന് പറഞ്ഞ അപ്പൊ ശരിക്ക് ഞാൻ പറഞ്ഞല്ലോ, ശരിക്ക് ഈ ഇലാഹുകൾ ഇങ്ങോട്ട് ആരാധിക്കല്ലോ വേണ്ടി ഇവരെ കരപ്പ ആരാ സഹായിക്കണ്? ഇലാഹിന് പ്രതിസന്ധി വന്നപ്പോ ആരാ സഹായിക്കണ്? ഈ ആൾക്കാരല്ലേ. അപ്പൊ ശരിക്കാരാ ഇലാഹ വേണ്ടി? ഇവരാണല്ലോ ഇലാഹ വേണ്ടി. അതും ചിന്തിക്കൂലല്ലോ. അങ്ങനെയാണോ? ഇങ്ങോട്ട് തന്നതാണ്. ഈ ആളുകള് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ
തീയിലിടാൻ വേണ്ടി പറഞ്ഞ ന്യായം എന്താ വെച്ചാൽ, നിങ്ങൾ അദ്ദേഹത്തെ തീയിലേക്ക് വലിച്ചെറിയുക, ചുട്ടുകരിക്കുക. വൻസുറു ആലിഹത്തക്കും ഇൻകുന്തും ഫായിലേ, നിങ്ങൾ നിങ്ങളുടെ ഇലാഹുകളെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത ആളുകളെ വിളിച്ച് സഹായം ചോദിക്കുന്ന അല്ലെങ്കിൽ വിളിച്ചു തേടുന്ന ആളുകളുടെ ഈ ശിർക്ക് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളുകളുടെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസം എത്ര ദുർബലമാണ്, എത്ര പിഴച്ചതാണ് എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ്. കാരണം ഒരു മനുഷ്യൻ ഒരാളെ ഇലാഹാക്കി വെക്കുന്നത്, ഇലാഹ് അലിഹ എന്ന് പറഞ്ഞാൽ തന്നെ അഭയം തേടി എന്നർത്ഥം. ഒരാളിലേക്ക് അഭയം തേടുമ്പോഴാണ് ഇലാഹാകുന്നത്. അലിഹ ആലിഹ മൗലൂഹ് എന്നൊക്കെ പറഞ്ഞാൽ ഇതിനൊരു അഭയകേന്ദ്രം എന്നാണ് ശരിക്കും അർത്ഥം. അപ്പൊ ശരിക്ക് അവരൊരു പ്രയാസത്തിലായപ്പോൾ അവരെ സഹായിക്കേണ്ട ഇലാഹുകൾ, ആ ഇലാഹുകൾ തന്നെ പ്രതിസന്ധിയിലാവുകയും ഇവർ അങ്ങോട്ട് സഹായിച്ചു കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ, പക്ഷെ ആളുകൾ എന്നാലും ചിന്തിക്കില്ലല്ലോ. അതാണ് ഇൻകുന്തു ഫായില, നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ അതാണ് ചെയ്യേണ്ടത് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം അവര് പറഞ്ഞു കൊടുക്കുന്ന അവസ്ഥ ഉണ്ടായി. ഇവിടെ ഇതിൻ്റെ തഫ്സീറിൽ കാണാൻ കഴിയുന്ന സംഗതി വെച്ചാൽ, അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഇവര് തീക്കുണ്ടാരം ഒരുക്കി, അങ്ങനെ തീക്കുണ്ടാരം ഒരുക്കിയതിന് ശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ വലിയ തീക്കുണ്ടാരാണ്. അപ്പൊ ഇവർക്ക് ഇബ്രാഹിം നബിനെ പിടിച്ചങ്ങോട്ട് എറിയാൻ കഴിയില്ല, കാരണം അവർക്കും ചൂടിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്തേക്ക് പോലും അടുക്കാൻ കഴിയാത്ത അത്രയും വലിയ തീക്കുണ്ടാരം ഉണ്ടാക്കി. അപ്പൊ ഇവര് ചില ആളുകൾ പേർഷ്യ എന്നുള്ള ചില കുർദ് വംശത്തിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു പീരങ്കി എടുക്കുക, എന്നിട്ട് പീരങ്കി ഉപയോഗിച്ചുകൊണ്ട് ഇബ്രാഹിം നബി എന്ത് ചെയ്യുക, തീക്കുണ്ടാരത്തിലേക്ക് എറിയുക. കാരണം നമുക്ക് ഇങ്ങനെ എറിഞ്ഞ പ്രേമിന് മനുഷ്യരല്ലേ, വെറ്റുണ്ടാവും. മാത്രമല്ല അവർക്ക് ഓരോ അടുത്ത് പോയിക്കാട് പിടിച്ചിട്ടെങ്കിൽ അവർക്കും ചൂടറ്റും. അതുകൊണ്ട് മിഞ്ചരിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഒരു പീരങ്കി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇബ്രാഹിം നബിയെ തീയിലേക്ക് വരച്ച്. അപ്പൊ അത് പണ്ട കാലത്തുള്ള യുദ്ധോപകരണങ്ങളാണ് പീരങ്കി കാര്യങ്ങളൊക്കെ. അങ്ങനെ അവർ അതിന് ചട്ടം കെട്ടുകയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ തീയിലേക്ക് വലിച്ചെറിയുന്ന അവസ്ഥ ഉണ്ടായി. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുന്നിൽ കത്തിയാളുന്ന തീയാണ് നിൽക്കുന്നത്. ആ അവസ്ഥ ഞമ്മക്കൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾ, ഉറപ്പാണെന്ന് രക്ഷപ്പെടാൻ യാതൊരു മാർഗമില്ല. അതിലേക്ക് താൻ വലിച്ചെറിയപ്പെടും എന്ന് 100% ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഉറപ്പാണ്. അന്ന് ചില തഫ്സീറിൽ കാണാം, അന്ന് ഇബ്രാഹിം നബിയുടെ വയസ്സ് 16 വയസ്സാണ്. എത്ര? 16 വയസ്സാണ്. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ്റെ ഒരവസ്ഥ, അതുകൊണ്ടാണ് ഈ ഫത്ത് എന്നൊക്കെ പറഞ്ഞത്, ഒരു യുവാവാണെന്നൊക്കെ പറഞ്ഞത്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, തീ ഒരു മനുഷ്യന് സഹിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമുള്ളതാണ് തീ എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ എന്താണല്ലോ, ഒരു മനുഷ്യനെ സംബന്ധിച്ചത് താങ്ങാൻ കഴിയുന്നതല്ല തീ എന്ന് പറഞ്ഞത്. ആ അവസ്ഥയിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മനസ്സിൽ എന്താണുള്ളത്? ഹദീസിൽ കാണാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒന്ന് മാത്രം, ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ. ഇതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്. ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതിയായവനാണ്. കാരണം എന്തിനാണ് ഇപ്പൊ ഞാൻ തീയിലേക്ക് വലിച്ചെറിയപ്പെടുന്നത്? ഞാനൊരു കുറ്റം ചെയ്തിട്ടില്ലല്ലോ. അതുപോലെ തന്നെ ഈ നാട്ടുകാരുടെ പണം അപഹരിച്ചതിനോ അല്ലെങ്കിൽ ഒരു വേണ്ടാവൃത്തിക്ക് പിടിക്കപ്പെടുന്നതിനോ അള്ളാഹുവിന്റെ ദീൻ പ്രബോധനം ചെയ്തതിനാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ദീൻ പ്രബോധനം ചെയ്തതിന്റെ പേരിൽ എനിക്ക് കിട്ടുന്ന എന്ത് പ്രയാസത്തിലും എനിക്ക് അല്ലാഹ് മതി. വനിഅമൽ വക്കീൽ, എനിക്ക് വരമേൽപ്പിക്കുവാൻ അവൻ എത്ര നല്ലവനാണ്. അതാണ് ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ എന്ന് പറയുന്നത്. ഇതൊരു മുവഹിദായ മനുഷ്യന്റെ ശബ്ദമാണ്. നിങ്ങൾ ആലോചിച്ച്, നമ്മളിപ്പോൾ അങ്ങനത്തെ ഒരു പ്രയാസത്തിൽ പറഞ്ഞു, മഹാഭൂരിപക്ഷം മുസ്ലിങ്ങൾ എന്താ ചെയ്യുക? പോലും ലിസ്റ്റ് നോക്കും, മുമ്പുള്ള പ്രവാചകന്മാർ, നൂഹ് നബി ഉണ്ട്, നൂഹ് നബിയെ കാക്കണേ അറിയും, അല്ലെങ്കിൽ ആദം നബിയെ രക്ഷിക്കണമെന്ന് പറയും, അല്ലെങ്കിൽ ലാത്തെ രക്ഷിക്കണമെന്ന് പറയും. ഇപ്പം നമ്മളെ കൗമിലാണെങ്കിൽ എന്താ പറയുക, ബദരീങ്ങളെയൊക്കെ ഇപ്പം ആ പ്രളയത്തിൻ്റെ സന്ദർഭത്തിലൊക്കെ ആളും കണ്ടില്ലേ, ബദരീങ്ങളും വലിയ ശേഖമാണ്. ആലോചിച്ചൊക്കെയാണ്.
ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ വിചാരിച്ചെന്താ വെച്ചാൽ ബദരീങ്ങൾ എന്ന് പറഞ്ഞ ഒരാളെന്നാ. ബദറിൽ ഷഹീദായവരാണ് ബദരീങ്ങൾ, ബദറിൽ പങ്കെടുത്തവരും. ഈ ബദറിൽ അവരെങ്ങനെ ഷഹീദായത്? വിട്ടിട്ടിട്ടില്ലേ? ശത്രുവിന്റെ വെട്ട് അപ്രതീക്ഷിതമായി കിട്ടി, ആ വെട്ടുകൊണ്ട് മരണപ്പെട്ടവരാണ് അവര്. എന്നാൽ തങ്ങൾക്ക് നേരെ വരുന്ന ഈ ഒരു വെട്ട് പോലും തടുക്കാൻ കഴിയാത്തവരാണല്ലോ ഷഹീദായത്. അത് ഷഹീദാവും, അല്ലെങ്കിൽ പ്രതിരോധിക്കൂല. പിന്നെ ബദരീങ്ങളിൽ പറഞ്ഞപ്പോൾ 313 വരുന്ന അല്ലെങ്കിൽ 314 വരുന്ന ആളുകൾ, അതിൽപ്പെട്ട ഒരാളാണ് ഉമർ റളിയല്ലാഹു അൻഹു. ബദരീങ്ങളിൽപ്പെട്ട ആളാണ്. ഉമർ റളിയല്ലാഹു അൻഹു എങ്ങനെ മരിച്ച്? സുബൈക്ക് പള്ളിക്ക് നിൽക്കുമ്പോൾ വേക്കുന്ന ഒരാൾ കുത്തിക്കല്ലേ അല്ലേ? അപ്പൊ തന്റെ വേക്കിൽ തന്നെ കൊല്ലാൻ വേണ്ടി മടിയിൽ കരുതിയ കടാരയുമായി, വിഷം പുരട്ടിയ കടാരയുമായി ഒരാൾ നിൽക്കുന്നു എന്ന വിവരം ബദരീങ്ങളിൽപ്പെട്ട ആരറിഞ്ഞില്ല? ഉമർ റളിയല്ലാഹു അൻഹു അറിഞ്ഞില്ല. മനസ്സിലല്ലേ? ആ പിന്നെ അടിവയറ്റിൽ 7 കുത്തേറ്റുകൊണ്ടാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഷഹീദാണ്. അദ്ദേഹം ഷഹീദാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ബദരീങ്ങളിൽപ്പെട്ട ആളാണ്. ബദറിൽ പങ്കെടുത്തിട്ടില്ലെങ്കിലും ബദരീങ്ങളിൽപ്പെട്ട ആളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ റുഖിയ റളിയല്ലാഹു അൻഹയെ രോഗിയായി കിടക്കുന്നതുകൊണ്ട് പരിചരിക്കാൻ വേണ്ടി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് ബദറിൽ പങ്കെടുക്കുക. പക്ഷെ അദ്ദേഹം ബദരീങ്ങൾ. പക്ഷെ അദ്ദേഹം എങ്ങനെ മരിച്ചു? മദീനയിൽ വെട്ടേറ്റുകൊണ്ടാണ് മരിച്ചത്, റസൂലുള്ളാഹിന്റെ പള്ളിക്ക് സമീപം. അലി ഇബ്നു അബീ താലിബ് ബദരീങ്ങളിൽപ്പെട്ട ആളാണ്. സുബൈക്ക് പള്ളിക്ക് പോകുമ്പോൾ ഖവാരിജികളിൽപ്പെട്ട ഇബ്നു മുൽജിം എന്ന് പറയുന്ന ഖവാരിജ് ഒളിഞ്ഞു നിന്ന് അലി റളിയല്ലാഹു അൻഹു വെട്ടിയതാണ്. അപ്പൊ തന്റെ മുമ്പിൽ തന്നെ വെട്ടാതിരിക്കുന്ന ഒരു മനുഷ്യൻ പതിയിരിക്കുന്ന വിവരം ബദരീങ്ങളിൽപ്പെട്ട അലി റളിയല്ലാഹു അൻഹു അറിയില്ല. നമ്മുടെ ഖൗമിന്റെ വിശ്വാസം എന്താ? ഉലകത്തുള്ള മുഴുവൻ ബദരീങ്ങൾ അറിയുന്ന, മനസ്സിലല്ലേ? എന്ന് വെച്ചാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവരിലേക്ക്, ഒരു മലക്കിലേക്കോ ജിന്നിലേക്കോ ഔലിയാക്കളിലേക്കോ അമ്പിയാക്കന്മാരൊക്കെ ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ. അതാണ് ശരിക്കുള്ള തൗഹീദ് എന്ന് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇതേ വാക്ക് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ പ്രതിസന്ധി ഉണ്ടാകുന്ന ഘട്ടത്തിലും ഉഹദ് യുദ്ധത്തിന്റെ സന്ദർഭത്തിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞതായിക്കൊണ്ട് കാണാം. ഹസ്ബി അല്ലാഹ്, എനിക്ക് പടച്ചോൻ മതി. അതാണ് അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, അള്ളാഹിന്റെ അടിമക്ക് അല്ല പോരെ, അള്ളാഹുവിന്റെ അടിമക്ക് അള്ളാഹു പോരെന്ന് അല്ല ചോദിച്ചതാണ്. ഇതൊക്കെ മുജാഹിദീങ്ങളെ ചോദ്യമാണ് ആളുകൾ വിചാരിക്കുക. അല്ല മാത്രം പോരെ എന്നാണ് അള്ളാഹിന്റെ ചോദ്യമാണ്. ഹസ്ബി അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തീയിലേക്ക് എറിയപ്പെടുന്ന സന്ദർഭം ഉണ്ടായി. പിന്നെ ഇത് ഇബ്രാഹിം നബിയുടെ പാത പിൻപറ്റി എല്ലാവർക്കും ഉണ്ടാവും. വിശുദ്ധ ഖുർആൻ തന്നെ കാണാം, ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാനൻ വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. സൂറത്ത് ആൽ ഇംറാൻ കാണാം. സൂറത്ത് അഹ്സാബ് യുദ്ധം നടക്കുകയാണ്. അഹ്സാബ് യുദ്ധം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു യുദ്ധം റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ നടന്നിട്ടില്ല. എല്ലാ ശത്രുക്കളും റസൂലുള്ളാഹിക്കെതിരെ, മക്കയിലും മദീനയിലുമുള്ള എല്ലാ ശത്രുക്കളും ഒരുമിച്ച് കൂടി മാത്രമല്ല, അവർ മദീനയെ 3 ഭാഗവും വളഞ്ഞിരിക്കുകയാണ്. മദീനയുടെ ഒരു 3 ഭാഗം വളഞ്ഞു. അതുകൊണ്ട് റസൂൽ കിടങ്ങൊക്കെ വെച്ചു. ഖന്തക്ക് യുദ്ധം, അതാണ് അഹ്സാബ് യുദ്ധം എന്ന് പറഞ്ഞത്. അപ്പോ ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും എന്ന് കപട വിശ്വാസികൾ, മദീനയിലുള്ള മുനാഫിക്കുകളുണ്ടല്ലോ, ഒരു മുസ്ലിങ്ങൾ പറഞ്ഞു, ഇതാ ജനങ്ങൾ മുഴുവൻ നിങ്ങൾക്കെതിരാണ്, അതുകൊണ്ട് നിങ്ങൾ പേടിച്ചോളി, നമുക്ക് ഇത് രക്ഷല്ല. അപ്പൊ അവരെന്താ പറഞ്ഞത്? ഹസ്ബുന ഫസാദഹും ഈമാനൻ, അവിടെ ഈമാൻ വർദ്ധിച്ചു എന്നാണ്. പ്രയാസവും പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ ഈമാൻ കുറയല്ല ചെയ്യാം മുഅ്മിനീങ്ങൾക്ക്. സുബ്ഹാനല്ലാഹ്, എന്താ ചെയ്യാ? ഫസാദഹും ഈമാനൻ, അവിടെ ഈമാൻ വർദ്ധിക്കുകയും വഖാലു, അവർ പറഞ്ഞു, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് പടച്ചോണ്ട്, ആ പടച്ചോൻ ഞങ്ങൾക്ക് ഭരമേൽപ്പിക്കുവാൻ ഏറ്റവും മതിയായവനാണ്. ഇത് മുഅ്മിനീങ്ങളായ ആളുകൾ പറയുന്ന വാക്കാണ്. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ വാക്കാണ്. ചില തഫ്സീറിൽ കാണാം, പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ കൂടി പ്രാർത്ഥിച്ചു എന്നാണ്. ലമ്മ ഉൽഖി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഫിന്ന ഖാൽ അല്ലാഹുമ്മ ഇന്നക ഫിസ്സമാഇ വാഹിദുൻ, പടച്ചോനെ നീ ആ വാനലോകത്ത് നീ ഒറ്റക്കാണ്, ഒരു ഇലാഹു മാത്രമേ ഉള്ളൂ. വഅന ഫിൽ അർളി വാഹിദുൻ അബ്ദുക, ഇന്ന് ഭൂമിയിൽ നിന്നെ ആരാധിക്കുന്ന ഞാനും ഒറ്റക്കാണ്, അതുകൊണ്ട് നീ എന്നെ സഹായിക്കണം എന്നെന്ത് ചെയ്തു? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. അപ്പോൾ
പിന്നെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അടുക്കിലേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു, അലക്ക ഹാജത്തുൻ, ഇബ്രാഹിം താങ്കൾക്ക് എന്തെങ്കിലും എൻ്റെ ആവശ്യമുണ്ടോ, എന്നെ കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ? അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അമ്മ ഇലൈക ഫല, നിന്റെ ആവശ്യം എനിക്കില്ല, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വല്ല സഹായവും ഉണ്ടെങ്കിൽ അതിലേക്ക്, അമ്മ മിനല്ലാഹി ഫബല, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വല്ല സഹായവുമായിട്ടാണ് നീ വന്നതെങ്കിൽ ഓക്കെ. പക്ഷെ ജിബ്രീൽ എന്ന ആൾക്ക് നിന്റെ സഹായം എന്ത് ചെയ്യണ്ട, എനിക്ക് ആവശ്യമില്ല. ഇത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. അതാണ് സംഭവം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എത്ര ഒരു നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആ ഇബ്രാഹിം നബിയെ തീരിടാൻ വേണ്ടി കൂടിയ കൂട്ടത്തിൽ ആരും ഉണ്ട്? ഇബ്രാഹിം നബിന്റെ വാപ്പിയുണ്ട് ഇല്ലേ? പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അത് ജനങ്ങൾ ഒരു നമ്മെ ശിക്ഷിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേദന ഉണ്ട്. പക്ഷെ തൻ്റെ ഏറ്റവും അടുത്ത കുടുംബത്തിൽപ്പെട്ടവരും ഈ ഒരു ക്രൂരതയിൽ കൂട്ടുണ്ടാവുമ്പോൾ അതും വേറൊരു മാനസിക പ്രയാസം ഉണ്ടാവുമല്ലോ. എൻ്റെ വാപ്പ എന്നോട് ചെയ്യണമല്ലോ, എൻ്റെ ഉമ്മ അത് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞാൽ ആ പ്രയാസം ഉണ്ടാവും. പക്ഷെ തൗഹീദുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രയാസമല്ല. ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ, അള്ളാഹുവാണ് ഏറ്റവും ബലമേൽപ്പിക്കുവാൻ നല്ലവൻ. അള്ളാഹുവിൽ ബലമേൽപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു, അള്ളാഹുൽ ഒരു മനുഷ്യൻ ബലമേൽപ്പിച്ചാൽ അവൻ അല്ലാഹ് മതി. എന്തു പ്രയാസത്തിന്റെ ഘട്ടമാണെങ്കിലും അള്ളാഹുടെ വഴി കാണിച്ചു കൊടുക്കും. അതുകൊണ്ടാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സമുദ്രത്തിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്, ബാക്കിൽ ഫിറഔണ്ട്. എന്താ ഖൗം പറഞ്ഞത്? ഇന്നാല മുദറക്കൂൻ, നമ്മളെന്ത് ചെയ്തു? അത് കഴിഞ്ഞ് പിടിക്കപ്പെട്ടു. അപ്പൊ എന്താണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കല്ല ഇന്നമഇ റബ്ബി സയഹ്ദി, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, അള്ളാഹ് എനിക്ക് വഴി കാണിച്ചു തരും. ഇതാണ് ശരിക്കുള്ള ഈമാൻ എന്ന് പറഞ്ഞാൽ. ആ വഴി കാണിച്ചു തരും എന്ന് ഒരു മനുഷ്യൻ അഗൈതവുമായി ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെ സഹായിക്കും. 100% ഉറപ്പാണ്, ഒരു സംശയമില്ല. പക്ഷെ പരീക്ഷണങ്ങൾ ഉണ്ടാവും, പക്ഷെ അള്ളാഹിന്റെ സഹായം ഉണ്ടാവും. ഇതാണ് തൗഹീദെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായൊരു കാര്യം. അതാണ് ഒരു മനുഷ്യന് കറകളഞ്ഞ തൗഹീദ് ഉണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ഏത് സന്ദർഭത്തിലും രക്ഷക്കെത്തും. പരീക്ഷണങ്ങളും ബേജാറുകളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും, പരീക്ഷണാർത്ഥത്തുണ്ടാവും. അപ്പൊ നിങ്ങൾ ആലോചിച്ച്, ഈ മഹാന യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അള്ളാഹ് യൂനുസ് നബി എവിടുന്നാ രക്ഷിച്ചത്? ഒരു കടലിന്റെ അടിയിൽ ഒരു മീനിന്റെ വയറ്റിലാണ് ആര് കിടക്കുന്നത്? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കിടക്കും. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഇത് സുലൈമാൻ നബി യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കണം. അവിടെ തൗഹീദാണ്. നിങ്ങൾ സുബ്ഹാനക ലാ ഇലാഹ ഇല്ലാ അൻത ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അവിടെ തൗഹീദാണ്. തൗഹീദാണ് മനുഷ്യനെ ഏത് പ്രയാസം രക്ഷിപ്പിക്കും. ആ പ്രാർത്ഥനയടക്കം തൗഹീദാണ്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇത് പ്രാർത്ഥിക്കുകയും അപ്പോൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം ഉണ്ടാവുകയും ചെയ്തു. അതാണ് അത് പറഞ്ഞു. ഖുൽനാ, ഇബ്രാഹിം നബി ഇത് പറഞ്ഞ സന്ദർഭത്തിൽ നാം പറഞ്ഞു, ആ തീയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇത് മറ്റൊരു തഫ്സീറിൽ കാണാം. ലമ്മ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ, ലമ്മ ഉൽഖി ഇബ്രാഹിം ജഅല ഖാസിലുൽ മത്രി യഖൂൽ മതാ ഉമർ ബിൽ മത്രി ഫഉർസിലുഹു. ഈ ഇബ്രാഹിം നബിയെ തീയിലേക്ക് ഇടുന്ന സന്ദർഭത്തിൽ മഴയുടെ ഖാസിനായിട്ടുള്ള, അത് മഴയുടെ മലക്ക് പറയാണ്, പടച്ചോനെ എന്നോടിപ്പോ ഒരു മഴയ്ക്ക് വേണ്ടി കൽപ്പിക്കപ്പെട്ടിരുന്നെങ്കിൽ ഞാൻ തിമിർത്ത് പെയ്യുമായിരുന്നു. മഴ പെയ്തവൻ എന്താവും? തീ കെട്ടുമല്ലോ. ആ മഴയുടെ മലക്ക് പോലും കൊതിച്ചുപോയി. പക്ഷെ അതിൻ്റെയും മുമ്പ് അള്ളാഹുവിന്റെ ഫകാന അംറുല്ലാഹി അസ്റഅ മിൻ അംരിഹി, അള്ളാഹുവിന്റെ കൽപ്പന വന്നു. എന്താ കൽപ്പന? യാ റുകൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. അത്ര ഈ മനുഷ്യന്മാർക്ക് ചൂട് കൊണ്ട് അതിൻ്റെ അടുത്തേക്ക് പോലും അടുക്കാൻ കഴിയാത്ത അത്രയും വലിയ ചൂടുള്ള ആ തീയിനോട് അള്ളാന്റെ കൽപ്പന വന്നു. യാ നാറു, അല്ലയോ തീയെ, കൂനി, നീ ആയിത്തീരുക. നാർ എന്നുള്ള തീ എന്നുള്ള മുന്നസാണ് അറബി ഭാഷയിൽ, അതുകൊണ്ടാണ് കൂനി എന്ന് പറഞ്ഞത്. നീ ആയിത്തീരുക. ബർദൻ, ബർദ് എന്ന് പറഞ്ഞാൽ തണുപ്പായി തീരുക. തഫ്സീറിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല കൂനി ബർദൻ എന്ന് മാത്രമാണ് പറഞ്ഞിരുന്നതെങ്കിൽ
ആ തീയിൻ്റെ തണുപ്പ് കൊണ്ട് ഇബ്രാഹിം നബി ഒരു പക്ഷേ മരിച്ചു പോകുമായിരുന്നു. അത്രയും വലിയ തണുപ്പായി. ഉടനെ തന്നെ അള്ളാഹ് പറഞ്ഞു വസലാമൻ. എങ്ങനത്തെ തണുപ്പാകണം? സമാധാനപരമായ തണുപ്പാകണം. കാരണം തണുപ്പ് അധികമായ എന്ത് ചെയ്യും? മരിച്ചു പോലെ. അതുകൊണ്ടാണ് നരകത്തിൽ എന്തുണ്ട്? കഠിനമായ ചൂടുണ്ട്, കഠിനമായ തണുപ്പുണ്ട്. അതറിയില്ലേ? ജംഹരീർ എന്ന് പറഞ്ഞത് നരകത്തിന്റെ കഠിനമായ തണുപ്പിനെ കുറിച്ച് പറയുന്നതാണ്. മാറി മാറിക്കൊണ്ടിരിക്കുന്ന നരകത്തിൽ ചൂടും മാത്രമല്ല, ഏറ്റവും കഠിനമായ തണുപ്പുണ്ട്. കഠിനമായ തണുപ്പുണ്ടായാലും മനുഷ്യന് താങ്ങാൻ കഴിയില്ല. അത് മാറ്റി മാറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്ന. അതേപോലെ തന്നെയാണ് ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചതും കൂനി ബർദൻ എന്ന് മാത്രം പറഞ്ഞിരുന്നെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പക്ഷേ തണുത്തുറത്തു പോകുമായിരുന്നു. പക്ഷെ ഉടനെ തന്നെ അള്ളാഹു പറഞ്ഞു വസലാമൻ, എന്താകണം? സമാധാനമുള്ളതുമാകണം. ആരാ? ഇബ്രാഹിം. നിങ്ങൾ ആലോചിച്ചു, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ തീയിലേക്ക് ആ പീരങ്കിയിൽ നിന്ന് പറക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഇടപെടൽ എത്ര സെക്കൻഡ് കൊണ്ടാണ് സംഭവിക്കുക? അതിന് സമയങ്ങളൊന്നും ആവശ്യമില്ല. വളരെ മൈക്രോ സെക്കൻഡുകളായിരിക്കും അള്ളാഹുവിൻ്റെ ഇടപെടലുണ്ടാകും. അള്ളാഹ് തീയിനോട് പറഞ്ഞു കൂനി ബർദൻ വസ്സലാമൻ അലാ ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമുക്ക് നീ സമാധാനവും തണുപ്പും ഉള്ളതാക്കി മാറ്റണം ആ തീയിനെ. അതുകൊണ്ട് തന്നെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമുക്ക് ഒരു പോറിൽ പോലും വെച്ചില്ല. അത് അത്ഭുതമാണ്. മനസ്സിലായില്ലേ? അപ്പം അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ തൗഹീദിൻ്റെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെയും ഫലമായി കൊണ്ട് കിട്ടിയത്. അപ്പം പടച്ചവനോട് ചോദിച്ചാൽ ഉത്തരം കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പം നമ്മുടെ ആൾക്കാർക്ക് എന്താ വെച്ചാൽ KSRTC പോകണോ ബെൻസിൽ പോകണോ ഇപ്പോഴും സംശയം ആൾക്കാർക്ക്. മനസ്സിലായില്ലേ? അള്ളാഹിനോട് ചോദിക്കണെന്താണ്? നമ്മൾ ലോക്കൽ KSRTC ആണ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എത്തി, ചിലപ്പോൾ ടയർ പൊട്ടും, ചിലപ്പോൾ ചില്ലറ വാക്കിയിട്ടില്ല, അല്ലെങ്കിൽ ഫൈൻ ഇടുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. KSRTC ബെൻസ് കാരണം ബസ്സും ഒറ്റടിക്ക് പോകാം. അപ്പം അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നത് KSRTCയും അള്ളല്ലാത്തവരുടെ ബെൻസും എന്നാണ്. യഥാർത്ഥത്തിൽ നമുക്ക് ഇനി അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്ന KSRTC മതി. നരകത്തേക്ക് വേഗം പോണ ബെൻസ് നമുക്ക് ഏതായാലും വേണ്ട. നമുക്ക് സ്വർഗത്തേക്ക് പോണ KSRTC ആണ് നരകത്തേക്ക് പോണ ബെൻസിനേക്കാളും നമുക്ക് നല്ലത്. അൽഹംദുലില്ലാഹ്. പെട്ടെന്ന് നിങ്ങൾ ആലോചിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൽ തവക്കുലാക്കിയ ഒരു മനുഷ്യനെ അള്ളാഹ് ഒരിക്കലും കൈവെടിയുകയില്ല എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവം. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തൗഹീദ് വത്തബിഅ മില്ലത്ത ഇബ്രാഹിം ഹനീഫ എന്ന് റസൂലുള്ളാഹിനോട് വരെ അള്ളാഹ് പറയാൻ കാരണം ആ ഇബ്രാഹിം നബിൻ്റെ ഹനീഫായ തൗഹീദ് കറക്റ്റായ ഇബ്രാഹിം നബിൻ്റെ മില്ലത്തിനെ നബിയെ നിങ്ങൾ പോലും പിൻപറ്റേണ്ടത് എന്നാണ്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു ആ തീയിനെ തണുപ്പുള്ളതാക്കി സമാധാനമുള്ളതാക്കി മാറ്റി തീർത്തു. പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ തീ ഇങ്ങനെ കത്തുന്നുണ്ട്, പക്ഷെ ആ തീ ഇബ്രാഹിം നബിക്ക് തണുപ്പായിരിക്കും. മനസ്സിലായില്ലേ? അപ്പം അത് വല്ലാത്തൊരു അത്ഭുതമാണ്. ആ തീയിൻ്റെ ഒരു സ്വഭാവത്തെ തന്നെ അള്ള മാറ്റാണ്. ഇത് സൂഫികൾക്കെതിരാണ് ഈ ആയത്ത്. കാരണം എന്താ വെച്ചാൽ സൂഫികളെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞ അള്ള ആർക്കും ഒരു കഴിവും കൊടുത്തിട്ടില്ല, അപ്പപ്പോൾ കൊടുക്കാന്നാണ്. അപ്പം നമ്മുടെ നാട്ടിലും സമസ്തക്കാരുടെ വിശ്വാസം അതാണ്. അള്ള എന്ത് ചെയ്യാണ്? എല്ലാത്തിനും അപ്പപ്പോൾ കഴിവ് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ അള്ളാഹ്ക്ക് ഇത് പറയേണ്ട ആവശ്യമുണ്ടോ? ആ തീയിന് എപ്പോഴും കഴിവ് കൊടുക്കാൻ പോരെ? കത്തിക്കുക എന്ന കഴിവ് തീയിനെന്ത് ചെയ്താൽ മതി? അപ്പൊ കൊടുക്കാൻ പോരെ? അപ്പൊ തീയിപ്പോ തീയിട്ടാൽ ആ തീയിന് കത്തുക എന്ന എന്താ പറയുക കരിക്കുക എന്ന വിശേഷണം ഇല്ല, അപ്പോൾ കൊടുക്കണല്ലോ. അങ്ങനല്ല. മനസ്സിലല്ലേ? ഏത് സൃഷ്ടിക്കും അതിൻ്റെതായ കഴിവുകളുണ്ട്. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരാൾ ബിൽഡിംഗ് വന്നിട്ട് വീഴുകയാണ്. ഈ പറയുന്ന മുസ്ലിയാക്കന്മാരും ബിൽഡിംഗ് വന്ന് ചാടണില്ലല്ലോ. കാരണം എന്താ? എന്തുകൊണ്ടാ? അവർക്ക് പറക്കാനുള്ള കഴിവുണ്ടോ? ഇല്ലല്ലോ. പറക്കാനുള്ള കഴിവുകൾ കൊടുത്താലോ അള്ളാവും. ഏതെങ്കിലും മുസ്ലിം ചാടുമോ? ഈ പറയുന്ന വാദം പറയുന്ന മുസ്ലിയാരോട് ചാടുമോ? ഇല്ലല്ലോ. എന്താണ് ഇനിയിപ്പോ ഒരു റൂട്ടിന്റെ നടുവിൽ തോടുണ്ട്, പാലില്ല, അപ്പുറത്ത് പോകണം, എന്നാ കാറിന് വിടറാ. അപ്പൊ അള്ള പറക്കാനുള്ള കഴിവാണ് തന്നാലോ വിടുമോ? അങ്ങനല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹ് എല്ലാത്തിനും കഴിവുള്ളവൻ തന്നെയാണ്.
പക്ഷെ അള്ളാഹു കഴിവ് കൊടുക്കുമ്പോൾ അള്ളാഹ്ക്ക് ചില സുന്നത്തുകളുണ്ട്. ആ സുന്നത്തിന് അപ്പുറത്തായിട്ട് അള്ളാഹ് ചെയ്യൂല. അത് അള്ളാഹ്ക്ക് ചെയ്യാൻ കഴിയാത്തോണ്ടല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ചെയ്യൂല. പിന്നെ വലൗശ അല്ലാഹു ലആമന ഫിൽ അർദി ജമീഅൻ, ഭൂമിയിലുള്ള എല്ലാവരും മുഅ്മിനുകളായിരുന്നു അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ. അള്ളാഹ്ക്ക് എല്ലാവരും മുഅ്മിനാക്കാൻ കഴിയില്ലേ? പക്ഷെ അള്ളാഹുവിന്റെ സുന്നത്തതല്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ കഴിവിനെ പോലും പരിഹസിക്കുന്ന രീതിയിലാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ചില ആൾക്കാരുള്ളത്. അവര് പറഞ്ഞ സിഹിറാന്ന് പറഞ്ഞു, മാജിക്കാന്ന്, അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ സംരക്ഷണം അദ്ദേഹത്തിനുണ്ടായി. ഇത് ഇബ്രാഹിം നബിക്ക് മാത്രമല്ല, ഏത് തൗഹീദുള്ള മനുഷ്യനും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയാണ് നമ്മൾ നിലകൊള്ളുന്നതെങ്കിൽ നമുക്ക് സഹായം ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. കുറച്ചൊക്കെ പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, എന്നാലും അള്ളാഹു നമ്മളെ സഹായിക്കും. ഇപ്പൊ തൗഹീദ് വെടിയാതിരിക്കണം. അല്ലല്ലാത്ത ഒരു പടപ്പിലേക്കും എന്ത് ചെയ്യാൻ പാടില്ല, തിരിയാൻ പാടില്ല. തിരിഞ്ഞാൽ അള്ളാഹിന്റെ സഹായം ഉണ്ടാവില്ല, ആ പടപ്പുള്ള സഹായം ഏതായാലും ഉണ്ടാവും, ഉറപ്പാണ്. അല്ലേ? ലായംഫക്കും ഒലായുറുക്കുന്ന, നിങ്ങൾക്കൊരു ഉപകാരം കിട്ടൂല, ഒരു ഭദ്രവറ്റ ഉണ്ടാക്കാനും അവർക്കാർക്കും കഴിയില്ല. അല്ലല്ലാത്തവരെ വിളിച്ച് തേടിയവരൊക്കെ നിരാശരായിട്ടേ ഉള്ളൂ. അള്ളാഹിനോട് തേടിയവർക്ക് മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരം കൊടുത്തിട്ടുള്ളൂ. അതങ്ങനെ തന്നെയാണ് ഇസ്ലാമിൻ്റെ സുന്നത്ത്. അതാണ് ആ വിഷയത്തെ പറഞ്ഞ ബാക്കി പിന്നീട് അടുത്ത ആഴ്ച വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് കൂടി ജീവിക്കാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മളിത് രോഗം മൂലം കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരി സഹോദരത്തിൽ നമ്മുടെ ഹാരിസ് മൗലവി അദ്ദേഹത്തിൻ്റെ രോഗം, അതുപോലെ നമ്മളിത് രോഗം മൂലം കഷ്ടപ്പെടുന്ന എല്ലാവർക്കും അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കടബാധ്യത മൂലം അതുപോലെ തന്നെ മറ്റു പ്രയാസങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രയും നല്ല സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിത് മരണപ്പെട്ടു നല്ലവരായ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ, അള്ളാഹു അവർക്കെല്ലാം സ്വർഗം നൽകി ആദരിക്കുമാറാവട്ടെ. അവരെ നമ്മെ നാട് ജന്നാത്തിൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.